സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന്റെ സമ്പൂർണമായ വിജയത്തിന് വേണ്ടി മലക്കുകൾ മുഖേന പ്രവാചകന്മാരിലൂടെ മനുഷ്യ സമൂഹത്തിന് എത്തിച്ചു തന്നിട്ടുള്ള മാർഗദർശനമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. സിൽമ് എന്ന പദത്തിൽ നിന്നാണ് ഇസ്ലാം മുസ്ലിം എന്ന പദം ഉണ്ടായിട്ടുള്ളത്. ആ പദത്തിന്റെ അർത്ഥം സമാധാനം എന്നാണ്. പേരുകൊണ്ട് തന്നെ സമാധാനത്തെ വിളംബരം ചെയ്യുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതുകൊണ്ട് തന്നെ ആ സമാധാനത്തിന് ഭംഗമായി തീരുന്ന യാതൊരു വാക്കും നോക്കും പെരുമാറ്റവും സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്നാണ് മതം പഠിപ്പിക്കുന്നത്. അള്ളാഹുവിനെ നിർഭയമായി കണ്ടുമുട്ടാൻ സാധ്യമാകണമെങ്കിൽ, മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയണമെങ്കിൽ കേവല മുസ്ലിം ആയാൽ പോരാ. ഇസ്ലാം ആവശ്യപ്പെടുന്ന സുഹൃതം കൂടി ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ വചനങ്ങളിലൂടെ അള്ളാഹു വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്. സൂറത്തുൽ ലുഖ്മാനിലെ 22-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞു, വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹി വഹുവ മുഹ്സിൻ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ വഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ. ആ സുഹൃതം ചെയ്യുന്നവനായി തന്റെ ജീവിതം സൃഷ്ടാവിന് സമർപ്പിച്ചുവോ അവൻ ബലിഷ്ഠമായ ഒരു പാശത്തെയാണ് മുറുകെ പിടിച്ചിട്ടുള്ളത്. കാര്യങ്ങളുടെ പര്യവസാനം അള്ളാഹുവിന്റെ അടുത്തേക്കാകുന്നു. ഇസ്ലാം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വിശ്വാസി അതിനെ അന്വർത്ഥമാക്കാൻ സാധിക്കുന്ന രൂപത്തിലുള്ള സുഹൃതം ചെയ്യണമെന്നാണ് ഈ വചനത്തിൽ അള്ളാഹു ആഹ്വാനം ചെയ്യുന്നത്. അങ്ങനെ സുഹൃതം ചെയ്യാൻ കൂടി സാധ്യമായാൽ ബലിഷ്ഠമായ ഒരു പാശമാണ് അവൻ മുറുകെ പിടിച്ചിട്ടുള്ളത്. താൻ മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും സുഹൃതം ചെയ്യുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവൻ പിടിച്ചിട്ടുള്ള പാശം ദുർബലമാണ് എന്നുകൂടി ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കണം. 2-ാമത്തെ സൂറയിലെ 112-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ബലാ മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ ഫലഹു അജ്റുഹു ഇൻദ റബ്ബിഹി വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആർ തന്റെ മുഖത്തെ സുഹൃതം ചെയ്യുന്നവനായി സൃഷ്ടാവിന് സമർപ്പിച്ചുവോ തീർച്ചയായും അവൻ അതിന്റെ പ്രതിഫലമുണ്ട്. അവർ ഭയപ്പെടേണ്ടി വരികയില്ല, ദുഃഖിക്കേണ്ടി വരികയുമില്ല. മുസ്ലിമാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള വ്യക്തി മുഹ്സിനാകണമെന്നാണ് ഈ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത്. മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുകയും സുഹൃതം ചെയ്യേണ്ടതിന് പകരം വികൃതി കാണിക്കുകയും ചെയ്താൽ, നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ നിർഭയമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധ്യമല്ല എന്ന് കൂടി ഈ വചനത്തിൽ നിന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാമിന്റെ പേര് സ്വീകരിക്കുന്നു, മുസ്ലിം സമുദായത്തിൽ പിറന്നു വീണിട്ടുണ്ട്. എന്നാൽ ഇസ്ലാം താല്പര്യപ്പെടുന്ന ആവശ്യപ്പെടുന്ന സൽക്കർമ്മത്തിന്റെ മേഖലയിലൂടെ മുന്നോട്ട് നീങ്ങുക എന്ന സ്വഭാവം ആ വ്യക്തിയിൽ ഇല്ലെങ്കിൽ, അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള ആയുസ് ഉപയോഗിച്ചുകൊണ്ട്, സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട്, സൗകര്യം ഉപയോഗിച്ചുകൊണ്ട്, ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മകൾ ചെയ്യേണ്ടതിന് പകരം തിന്മകളാണ് ചെയ്യുന്നതെങ്കിൽ, നാട്ടിൽ കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നതെങ്കിൽ, അവന് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിൽ നിർഭയമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധ്യമാവുകയില്ല. അവന്റെ മുമ്പിൽ സ്വർഗ കവാടം തുറക്കപ്പെടുകയുമില്ല എന്നാണ് അള്ളാഹു വിവിധങ്ങളായ വചനങ്ങളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. കേരകരമെന്ന് പറയട്ടെ, ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു ഭീകര പ്രവർത്തനം ഉണ്ടായിക്കഴിഞ്ഞാൽ, അത് ഇസ്ലാമിലേക്കും മുസ്ലിങ്ങളിലേക്കും ചേർത്ത് പറയുന്ന ഒരു സ്വഭാവം പൊതുവെ ഇന്ന് കാണപ്പെടുന്നുണ്ട്.
സൂചിപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ പേരുകൊണ്ട് തന്നെ സലാം ഇസ്ലാം, പേരുകൊണ്ട് തന്നെ സമാധാനം എന്നർത്ഥമാക്കുന്ന ഇസ്ലാം, സത്യവിശ്വാസി മുസ്ലിം ആണ് എന്ന് പ്രഖ്യാപിക്കുന്നതോടൊപ്പം മുഹസിനാകണമെന്ന് ആവർത്തിച്ചു പഠിപ്പിക്കുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പേരിലേക്ക് ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു കുഴപ്പമുണ്ടായാൽ, കലാപമുണ്ടായാൽ, ഭീകരാക്രമണം ഉണ്ടായാൽ ചേർത്ത് പറയുന്ന ഒരു സ്വഭാവം പൊതുവെ ഇന്ന് കാണപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം അതിൽ നിന്ന് അന്യമാണ്. സർവ്വവിധ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്നും സർവ്വവിധ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്നും സമ്പൂർണമായും അന്യമായിട്ടുള്ള മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പഠിപ്പിച്ചിട്ടുള്ളത്, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ നിങ്ങളുടെ ഇടത്തും വലത്തും ജീവിക്കുന്ന ആളുകൾ നിങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതത്വം നേടണം എന്നുള്ളതാണ്. ഹജ്ജത്തുൽ വദാഇൽ തന്റെ ചരിത്ര പ്രസിദ്ധമായ വിശ്വവിഖ്യാതമായ പ്രസംഗത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അലാ ഉഖ്ബിറുക്കും ബിൽ മുഅ്മിൻ, ആരാണ് സത്യവിശ്വാസി എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെയോ? എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അല്ലദീ യഅ്മൻ നാസ് അലാ അംവാലിഹിം വ അൻഫുസിഹിം, ജനങ്ങൾ അവരുടെ സ്വത്തിന്റെ കാര്യത്തിൽ, അവരുടെ ശരീരത്തിന്റെ കാര്യത്തിൽ, അവരുടെ ജീവന്റെ കാര്യത്തിൽ നിർഭയത്വം നേടിയിട്ടുണ്ടെങ്കിൽ അവരാണ് മുസ്ലിം. അവിശ്വാസിയായ ഒരു മുസ്ലിം, ഇതര ദർശനങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, സത്യവിശ്വാസിയായ മുസ്ലിമിന്റെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതം നേടിയിട്ടുണ്ടെങ്കിൽ അവന്റെ സമ്പത്തും അവന്റെ രക്തവും പരിപാവനമാണ് എന്ന് വിശ്വസിക്കുകയും അത് സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ അവനാണ് യഥാർത്ഥത്തിലുള്ള മുഅ്മിൻ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. വീണ്ടും പ്രവാചകൻ വിശദീകരിച്ചു, അൽ മുസ്ലിം മൻ സലിമ അന്നാസ് അലാ ലിസാനിഹി വയദിഹി. യഥാർത്ഥത്തിലുള്ള മുസ്ലിം എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവന്റെ നാവിന്റെയും കൈയുടെയും പരുക്കുകളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളവരാണ്. നമ്മുടെ നാവിന്റെ ആക്രമണത്തിൽ നിന്ന്, നമ്മുടെ കൈകളുടെ ആക്രമണത്തിൽ നിന്ന്, നമ്മുടെ അധികാരത്തിന്റെ ആക്രമണത്തിൽ നിന്ന് മറ്റുള്ള വ്യക്തികൾ സുരക്ഷിതമായിട്ടുണ്ടെങ്കിൽ അവന് പറയുന്ന പേരാണ് മുസ്ലിം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മുജാഹിദ് എന്ന് പറഞ്ഞാൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ, അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ തന്റെ മനസ്സിനോട് ത്യാഗം ചെയ്യുന്നവനാണ്. തന്റെ മനസ്സിനെ ശരിയാം വിധം പാകപ്പെടുത്തി എടുക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള മുജാഹിദ് എന്ന് കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അൽ മുജാഹിദ് വൽ മുഹാജിർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ മൻ ഹജറ അൽ ഖതായ വൽ ദുനൂബ്, പാപങ്ങളെ, തിന്മകളെ, തെറ്റുകളെ, കുറ്റങ്ങളെ വെടിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ മുഹാജിർ എന്ന് പറയുന്നത് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ വചനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, സത്യവിശ്വാസിയായ ഒരു മുസ്ലിമിന്റെ അതിക്രമത്തിൽ നിന്ന്, പരാക്രമത്തിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതത്വം നേടിയിട്ടുണ്ടെങ്കിൽ അവനാണ് മുസ്ലിം എന്ന് പറയുന്നത്. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ കൈകൾ കൊണ്ട്, നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ നോക്ക് കൊണ്ട്, നമ്മുടെ വർത്തനം കൊണ്ട്, വർത്തമാനം കൊണ്ട് മറ്റുള്ള ആളുകളെ നാം പരിക്കേൽപ്പിക്കുന്നുണ്ടെങ്കിൽ നാം മുസ്ലിം അല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ പിടിച്ച് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ, വല്ലാഹി ലാ യുഅ്മിൻ. തീർച്ചയായും ഒരു വ്യക്തി സത്യവിശ്വാസിയാവുകയില്ല. തീർച്ചയായും ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. തീർച്ചയായും ഒരാൾ സത്യവിശ്വാസിയാവുകയില്ല. ആരെ പറ്റിയാണ് പ്രവാചകരെ അങ്ങ് ഇപ്രകാരം പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അല്ലദീ ലാ യഅമനു ജാറഹു ബവാഇഖഹു. തന്റെ അതിക്രമത്തിൽ നിന്ന്, പരാക്രമണത്തിൽ നിന്ന് തന്റെ അയൽവാസി സുരക്ഷിതത്വം നേടിയിട്ടില്ലെങ്കിൽ അവൻ സത്യവിശ്വാസിയാവുകയില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. നമ്മുടെ അയൽവാസി ആരാകട്ടെ, അവൻ ഹിന്ദുവാകട്ടെ, മുസ്ലിം ആകട്ടെ, മതമുള്ളവനാകട്ടെ, മതമില്ലാത്തവനാകട്ടെ, അവൻ ആരാകട്ടെ, നമ്മുടെ ആക്രമണത്തിൽ നിന്ന് അവൻ സുരക്ഷിതത്വം നേടിയിട്ടില്ലെങ്കിൽ നാം മുസ്ലിം അല്ല, മുഅ്മിനല്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. കാരണം അള്ളാഹുവിന്റെ ഭൂമിയിൽ പ്രശ്നമുണ്ടാക്കുക, കുഴപ്പമുണ്ടാക്കുക, കലാപമുണ്ടാക്കുക എന്നതിന് ഇസ്ലാം ഒരു നിലക്കും നീതീകരിക്കുന്നില്ല, ന്യായീകരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വലാ തുഫ്സിദു ഫിൽ അർളി ബഅദ ഇസ്ലാഹിക, ഭൂമി നന്നായി തീർന്നതിന് ശേഷം അവിടെ നിങ്ങൾ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. മനുഷ്യന്റെ മനസ്സ് സ്ഫുടീകരിച്ചെടുത്തതിന് ശേഷം ആ മനസ്സിനെ മലിനപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടാൻ പാടില്ല.
കുടുംബത്തിൽ സമാധാനം ഉണ്ടായതിനു ശേഷം ആ കുടുംബത്തിൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല. ഒരു സമൂഹത്തിൽ സമാധാനം ഉണ്ടായതിനു ശേഷം ആ സമാധാനത്തിൽ ഭംഗമായി തീരുന്ന യാതൊരു പ്രവൃത്തിയിലും നിങ്ങൾ ഏർപ്പെടാൻ പാടുള്ളതല്ല. നിങ്ങൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, നീ അള്ളാഹുവിന്റെ ഭൂമിയിൽ കുഴപ്പം ആഗ്രഹിക്കുക പോലും അരുത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഖസസിലെ 77-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇത്രയും ശക്തമായി കലാപത്തിനെതിരെ സംസാരിക്കുന്ന, വർഗീയതക്കെതിരെ സംസാരിക്കുന്ന, തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്ന, ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്ന ഒരു മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭീകരാക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ ഇസ്ലാം അതിൽ നിന്ന് പരിപൂർണമായും സുരക്ഷിതത്വമുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള മുസ്ലിം, പ്രാമാണികമായി ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്ന മുസ്ലിം അത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് പരിപൂർണമായും വിമുക്തി നേടിയിട്ടുള്ളവരാണ്. എന്നാൽ സമകാലികമായ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ വിഭിന്നങ്ങളായ രൂപത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കപ്പെടും. ആ വാർത്തകൾ എല്ലാം ശരിയാണ് എന്ന് നാം വിചാരിക്കുവാൻ പാടില്ല. നെല്ലും പതിരും വേർതിരിച്ചു മനസ്സിലാക്കാതെ നാം അത് പ്രചരിപ്പിക്കുവാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിലെ 6-ാമത്തെ വചനത്തിലൂടെ പറഞ്ഞല്ലോ, അധർമ്മകാരിയായ ഒരു വ്യക്തി നിങ്ങൾക്ക് വല്ല വാർത്തയും കൊണ്ടുവന്നാൽ ഫതബയ്യനു, നിങ്ങൾ അതിനെ കൃത്യമായി, കണിശമായി, സൂക്ഷ്മമായി വിശദീകരിച്ച് മനസ്സിലാക്കണം. അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിബീൻ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കാര്യങ്ങളെ സംബന്ധിച്ച് ശരിയാൻ വിധം അറിയാതെ, പഠിക്കാതെ, മനസ്സിലാക്കാതെ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ ആ ഷെയറിംഗ് കാരണത്താൽ, നിങ്ങളുടെ ആ പ്രവർത്തനം കാരണത്താൽ നിങ്ങൾ അറിയാതെ ഒരു വിഭാഗത്തിന്, ഒരു സമൂഹത്തിന്, ഒരു സമുദായത്തിന് നിങ്ങൾ പരിക്കേൽപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരിക്കും. പിന്നീട് നിങ്ങൾ ഖേദിക്കേണ്ട, ദുഃഖിക്കേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് നാം ഒക്കെ തന്നെ കൃത്യമായി ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ, വാർത്തകൾ ഉണ്ടാകുമ്പോൾ സൂക്ഷ്മമായി കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നതല്ലാതെ അതിനപ്പുറത്തേക്കുള്ള ചർച്ചകളിൽ നാം ഇടപെടേണ്ടതില്ല എന്നുകൂടി നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനത്തോടുകൂടി ജീവിക്കുന്ന, സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, ഭീകരതയ്ക്ക് വിരുദ്ധമായ രൂപത്തിലുള്ള ജീവിത ശൈലി സ്വീകരിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ, സജ്ജനങ്ങൾ, സജ്ജനത്തിൽ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. സത്യവിശ്വാസി തന്റെ സൃഷ്ടാവിന് സമർപ്പിക്കുന്ന ആരാധനകളിൽ അതിശ്രേഷ്ഠമായിട്ടുള്ളതാണ് നമസ്കാരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയും ശുഷ്കാന്തിയോടെയും ഭക്തിയോടെയുമായിരിക്കണം നാം നമസ്കാരം നിർവഹിക്കേണ്ടത്. എങ്കിൽ മാത്രമേ വിജയികളാക്കാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടധികം നിയമങ്ങൾ, ഒട്ടധികം മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സംഘടിതമായി നമസ്കരിക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ചില സുന്നത്തുകൾ കാണിച്ചു തന്നിട്ടുണ്ട്, ചില അദബുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മഅമൂമായി നിൽക്കുന്ന ആളുകൾ ഇമാമിനെ ഒരിക്കലും മുൻകടക്കുവാൻ പാടില്ല എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ തിരക്കു കാരണത്താൽ നമസ്കാരത്തിൽ നിന്ന് വിരമിച്ച് നമ്മുടെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളിലേക്ക് നീങ്ങണം എന്ന ഒരു ചിന്ത നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന കാരണത്താൽ പലപ്പോഴും ചില വ്യക്തികളെങ്കിലും മഅമൂമിനെ മുൻകടന്നുകൊണ്ട് പോകുന്നത് കാണാറുണ്ട്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നി ഇമാമുക്കും ഫലാ തസ്ബിഖൂനി ബിർറുകൂഇ വലാ ബിസ്സുജൂദി വലാ ബിൽഖിയാമി വലാ ബിൽഖുഊദി വലാ ബിൽഇൻസിറാഫ്. അല്ലയോ മനുഷ്യരെ, ഞാൻ നിങ്ങളുടെ ഇമാമാണ്. നിങ്ങൾ റുകൂഇലാകട്ടെ, സുജൂദിലാകട്ടെ, നൃത്തത്തിലാകട്ടെ, ഇരുത്തത്തിലാകട്ടെ, പിരിഞ്ഞു പോകുമ്പോഴാകട്ടെ നിങ്ങൾ എന്നെ മുൻകടക്കുവാൻ പാടില്ല. ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് ഇമാം പറഞ്ഞു തീരുമ്പോഴാണ് നാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് കൈകൊട്ടുന്നത്. ഇമാമിന്റെ കൂടെയല്ല. ഇമാം റുക്കൂഇലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം റുക്കൂഇൽ എത്തിയപ്പോഴാണ് നമ്മൾ റുക്കൂഇലേക്ക് പോകേണ്ടത്. ഇമാമിന്റെ കൂടെയല്ല റുക്കൂഇലേക്ക് പോകേണ്ടത്. ഇമാം റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഇമാമിന്റെ കൂടെയല്ല ഇമാം
റുക്കൂഇൽ നിന്ന് എഴുന്നേറ്റ ഉടനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്, സുജൂദിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിൽ ധൃതി കാണിക്കുന്ന വ്യക്തികളെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പറഞ്ഞു, ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി ഫലാ തഖ്തലിഫു അലൈഹി. തീർച്ചയായും ഇമാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് പിൻപറ്റപ്പെടുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾ അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസത്തിലാകുവാൻ പാടില്ല. ഇമാം ചെയ്യുന്നതിനനുസരിച്ചുകൊണ്ട് അദ്ദേഹത്തെ തുടർന്നുകൊണ്ട് ചെയ്യുക എന്നതാണ് നിങ്ങളുടെ മേൽ ബാധ്യതയായിട്ടുള്ളത്. അദ്ദേഹത്തോട് അഭിപ്രായ വ്യത്യാസത്തിലാകുന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ മുൻകടന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും നിങ്ങളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഇമാം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുക. ഇമാം റുക്കൂഇലേക്ക് പോയാൽ നിങ്ങൾ റുക്കൂഇലേക്ക് പോവുക. ഇമാം സുജൂദിലേക്ക് പോയാൽ നിങ്ങൾ സുജൂദിലേക്ക് പോവുക. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ ഇമാമിനെ മുൻകടന്നു കൊണ്ടുപോകുവാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഒന്നുകൂടി പ്രവാചകൻ ഗൗരവസ്വരത്തിൽ പറഞ്ഞു. ഗൗരവസ്വരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായും ഇമാം റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുന്ന ആളുകൾ അമാ യഖ്ശല്ലദീ യർഫഉ റഅസഹു മിനൽ റുക്കൂഅ് അൻ യുഹവ്വിലല്ലാഹു റഅസഹു റഅസ ഹിമാർ ഔ യജ്അല സൂറതഹു സൂറത ഹിമാർ. ഇമാം റുക്കൂഇൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് ധൃതി കാണിച്ചുകൊണ്ട് എഴുന്നേൽക്കുന്ന വ്യക്തി ഭയപ്പെടുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിരസ്സിനെ കഴുതയുടെ ശിരസ് പോലെ പരിവർത്തിപ്പിക്കുന്നു. അവന്റെ സൂറത്ത്, അവന്റെ രൂപത്തെ കഴുതയുടെ രൂപം പോലെ ആക്കിക്കളയുന്നതിനെ സംബന്ധിച്ച് അവൻ ഭയപ്പെടുന്നില്ലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി ശുഷ്കാന്തിയോടുകൂടി സാവകാശം നാം ഇമാമും മഅമൂമുമായി നമസ്കരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷയ്ക്ക് പകരം ശിക്ഷയാണ് ഉണ്ടായിത്തീരുക എന്നതാണ് ഈ വചനങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്. മനസ്സിലാക്കി കാര്യങ്ങൾ ശരിയാം വിധം മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് പ്രവാചകന്റെ പാത പിന്തുടർന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അപ്രകാരം ബോധപൂർവ്വം കർമ്മങ്ങൾ അനുഷ്ഠിച്ച് വിജയിക്കുന്ന വ്യക്തികൾ ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ. വീഴ്ചകൾ അവൻ നമുക്ക് പുറത്തും മാപ്പാക്കി തരുമാറാകട്ടെ.